നമസ്തേ. നമസ്തേ. ഡബിൾ ബുൾ പ്രേക്ഷകർക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രൈവറ്റ് മേഖലയിലെ ഹോസ്പിറ്റലുകളുടെ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതിൽ കാര്യമായിട്ട് രോഗികളും അവരുടെ ബന്ധുക്കളും അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങളും, അതുകൂടാതെ എക്സോർബിറ്റന്റ് കോസ്റ്റ്, ഭയങ്കര പണച്ചെലവുള്ള ഒരു സംഗതി, അത് പലതും ന്യായീകരിക്കാൻ പറ്റാത്ത ചെലവുകൾ, ഒന്നും ഇല്ലാത്ത ഒരു ഡോക്ടർ ഹെഡ് എന്ന ഒരു വലിയൊരു ഹോസ്പിറ്റൽ വെല്ലൂരിൽ പുതിയതായി ആരംഭിച്ചതിനെ പറ്റിയായിരുന്നു. അതിനെപ്പറ്റി അങ്ങനെ ദീർഘമായി പറയാനില്ലെങ്കിലും പക്ഷെ അത് ആശാവഹമാണ്. പക്ഷേ ഇന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങേണ്ടത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തുടങ്ങിയ മാതിരി തന്നെ ചില ഇൻസിഡൻസ് പറഞ്ഞുകൊണ്ടാണ്. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശില് മുക്താർ അൻസാരി പോലെയുള്ള ക്രിമിനലുകളെ ഒതുക്കാൻ വളരെ ഉത്സാഹം കാണിച്ചു. പക്ഷെ അതുപോലെ തന്നെ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിലെ ലോ ആൻഡ് ഓർഡർ ഗംഭീരാക്കിയിട്ടുണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, കാരണം അത്ര മോശമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. പക്ഷെ യോഗി ആദിത്യനാഥിന് പോലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റുകൾക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയുന്നത്, ഉത്തർപ്രദേശിലെ അലിഗറിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് ചെല്ലുന്നു. കെട്ടിയില്ല എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ എന്തോ ഒരു വാഗ്വാദം ഉണ്ടായി. എന്തിനാ ഞാൻ എൻട്രി ഫീ, എന്താണിത് സിനിമ കാണാൻ പോവാന്നുള്ള രീതിയിൽ എൻട്രി ഫീ 4000 രൂപ കെട്ടാത്തതിന് ആ രോഗിയെ അവിടുത്തെ സ്റ്റാഫ് തല്ലിക്കൊന്നു. ഇത് അത്ര വിദൂരത്തിലൊന്നല്ല, 2020 നടന്ന സംഭവമാണ്. അപ്പോ ഇതൊന്നും നമ്മളിതൊരു സിനിമയിൽ കാണിച്ചാൽ ചിലപ്പോൾ വിശ്വസിക്കില്ല, അങ്ങനെയൊക്കെ ചെയ്യോ ആരെങ്കിലും. പക്ഷെ ഇത് ശരിക്കും നടന്ന് പോലീസ് FIR ഇട്ട സംഗതിയാണ്. അപ്പൊ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടക്കുന്ന സംഗതികളുടെ പിന്നെ അതുപോലെ തന്നെ അന്ന് നമ്മൾ പറഞ്ഞു, ഈ മരുന്നുകളാണ് ഏറ്റവും അധികം ഈ രോഗികളെയും അവരുടെ റിലേറ്റീവ്സിനെയും ഒക്കെ ദുരിതത്തിലാഴ്ത്തുന്ന ഒരു കാര്യം. ഈ മരുന്നുകളുടെ വിലയാണ്. ഈ മരുന്നുകളുടെ വില ശരിക്ക് ഇപ്പൊ ജന ഔഷധിയില് സെട്രിസിൻ എന്ന് പറഞ്ഞ ആന്റി അലർജിക് മെഡിസിൻ പ്രധാനമന്ത്രിയുടെ ജന ഔഷധി പദ്ധതി പ്രകാരം അതൊരു 50 പൈസയാണ്. 2 രൂപ 75 ജന ഔഷധിയിൽ ആ മരുന്ന് വിൽക്കുന്നത്. അപ്പൊ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്, അവിടെ എമർജൻസി ആവശ്യത്തിനുള്ള മരുന്നുകളൊക്കെ വേണം. പക്ഷേ അത് കൂടാതെ ഒരു പേഷ്യന്റിന്റെ ചികിത്സ ആരംഭിച്ച ശേഷം റൂട്ടീൻ മെഡിസിൻസ് പുറത്തുനിന്ന് വാങ്ങാൻ സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നു. കാരണം ഇപ്പൊ ഒരാൾക്ക്, അയാളുടെ കൂടുതലുള്ള ആൾക്കാർക്ക് ഈ മരുന്നുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് അവർക്ക് അത് അത്ര തടി തട്ടില്ല, ആ ചികിത്സാ സംഭവം. ഇതിന് ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊന്നും ആരെങ്കിലും ഇപ്പൊ നമ്മളിവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് നടക്കില്ല. ഇതിന് ഒരു ലെജിസ്ലേഷൻ വേണം. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ പല നിയമങ്ങളും വെയ്ഗാണ്. ഇപ്പോ പ്രൈവറ്റ് ഹോസ്പിറ്റലില് വലിയ സംഭവത്തെ പറ്റിയാണെങ്കിൽ നമുക്ക് ഈ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ഡീറ്റെയിൽ ചോദിക്കും. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പലതും ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ആയാൽ ദൈനംദിന അവിടെ ഉള്ളിൽ നടക്കുന്നു, പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ളതിനെ പറ്റി സത്യസന്ധമായ ഒരു വിവരം പലപ്പോഴും അവർ പുറത്തുവിടാം. പിന്നെ ഇതുപോലെ തന്നെ ഈ ICU പറ്റി നമ്മൾ അന്ന് മെൻഷൻ ചെയ്തു. ICUവിൽ ഒരു പേഷ്യന്റ്, പ്രത്യേകിച്ച് പ്രായമുള്ളവർ ICUവിൽ കുറച്ച് ദിവസം സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും അവർ മാനസികമായിട്ടും ഭയങ്കരമായി തളരും. കാരണം ഒന്നാമതായിട്ട് ഒരു ഒറ്റപ്പെട്ട ഒരു അറ്റ്മോസ്ഫിയർ, പിന്നെ ഈ മെഷീനുകളുടെ ഈ ബീപ്പ് ബീപ്പ് എന്നുള്ള ശബ്ദം, അതുകൂടാതെ
ഈ അവിടെയുള്ള ഈ എയർ കണ്ടീഷൻഡ് അറ്റ്മോസ്ഫിയർ, പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ സുഖം, വളരെയധികം സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പലർക്കും അതൊരു മാനസികമായിട്ടുള്ള ഒരു പല പ്രശ്നങ്ങളും ഉണ്ടാക്കാറുണ്ട്, അവർ അസുഖങ്ങൾ കൂടാതെ. അങ്ങനത്തെ സമയത്ത് അവരെ ഒന്ന് കൗൺസിൽ ചെയ്യാനോ, അത് ആ കണ്ടീഷനിൽ കൗൺസിൽ എല്ലാവരും ചെയ്യാൻ പറ്റില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ അവസ്ഥയിൽ ഒരു കൗൺസിലിംഗ് പോലത്തെ ഒരു സംഗതി എന്തെങ്കിലും ചെയ്തിട്ട് അവരെ ഒന്ന് മാനസികമായിട്ടൊന്നും, ഇതൊന്നും ഒരു ഹോസ്പിറ്റലും ചെയ്യാറില്ല. ഇതൊന്നും അവരുടെ ഇതിൽ പെടും. പിന്നെ വേറൊരു ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ ഇതിൽ മുഴുവൻ ഡോക്ടർമാരല്ല, ഡോക്ടർമാരെക്കാളും കൂടുതൽ ഈ ഹോസ്പിറ്റൽ ഓണേഴ്സും ഉടമസ്ഥരും പ്രൊമോട്ടേഴ്സുമാണ് ഇതിന്റെ പിന്നിലെ ആൾക്കാർ. ഇവരുടെ കിങ്കരന്മാരാണ് ഹോസ്പിറ്റലില് ഈ പൊസിഷനിൽ ഇരുന്നിട്ട് ഈ സംഗതികളൊക്കെ ഈ ടെസ്റ്റും കൂടി എഴുതും, ആ ബില്ല് കൊടുത്തില്ല എന്നൊക്കെ ഇവര് ഡോക്ടർമാരുടെ മുകളിലും പാരാമെഡിക്കൽ ഇൻഫ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ എതിരായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു നിയമ നടപടി വേണ്ടതാണ്. കാരണം ഇപ്പൊ നമ്മൾ പോയിട്ട് ഒരു വലിയൊരു ഹോസ്പിറ്റലിനെ നമ്മൾ ഒരു സാധാരണ പേഷ്യന്റിന് പോയിട്ട് ഒന്നായിട്ട് അവന്റെ ബന്ധുവിന്റെ അസുഖത്തിന്റെ അല്ലെങ്കിൽ മരണത്തിന്റെ ആ ഒരു ആഘാതത്തിലായിരിക്കും. പിന്നെ ബില്ല് സെറ്റിൽ ചെയ്യാനുള്ള ആ ഒരു മെന്റൽ ടെൻഷൻ, ഇതിന്റെയൊക്കെ ഇടയിൽ ഇതെല്ലാം കഴിഞ്ഞ ഒരു നിയമ നടപടിക്കൊന്നും മുതിരാൻ പലരും തയ്യാറില്ല. മാത്രമല്ല അത് ലിറ്റിഗേഷൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ്, കേസ് നീണ്ടു അത് പ്രാക്ടിക്കൽ അല്ലാത്തൊരു സംഗതിയാണെന്ന് പലപ്പോഴും തോന്നിപ്പോകും. അപ്പൊ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വന്ന പോലത്തെ റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആക്ട് റെറ, അത് വന്ന ശേഷം റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്ന ഒരാൾക്ക്, ഒരു കസ്റ്റമറിന്, അയാളുടെ റൈറ്റ്സ് വളരെ ക്ലിയർ ആണ്. പ്രൊമോട്ടറിനും ഈ ഒരു പ്രോജക്റ്റിന് അയാൾ സ്വീകരിക്കുന്ന ഫണ്ട് കൊണ്ട് അയാളുടെ വേറെ പ്രോജക്റ്റ് ചെയ്യാൻ പാടില്ല. ഇതൊരു എസ്ക്രോ അക്കൗണ്ടിൽ ഇട്ടിട്ടൊക്കെ വേണം ചെയ്യാൻ. അതുപോലത്തെ ഒരു നിയമ നടപടി ഇവിടെ വേണം. അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ ഒരു പേഷ്യന്റ് ഫീഡ്ബാക്ക്, അതായത് സത്യസന്ധമായിട്ടുള്ള പേഷ്യന്റ് ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ ഹോസ്പിറ്റലിൽ ഒരു ഗ്രേഡിംഗ് കൊടുക്കണം. ഇതെല്ലാം ചെയ്താൽ മാത്രമേ നമുക്കൊരു ഹോസ്പിറ്റൽ നല്ലതാണ് എന്ന് ഒരാൾ പറയണമെങ്കിൽ, പലപ്പോഴും നമ്മളെ ഒരു ഹോസ്പിറ്റലിലേക്ക് ഗൈഡ് ചെയ്യുന്ന വേറൊരു ഡോക്ടറാണ്. അദ്ദേഹം നമ്മളെ പേഷ്യന്റ് ഇൻട്രസ്റ്റ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രസ്റ്റും കൂടി അതിലുണ്ട്. ഒരു ഡോക്ടർ ഒരു ഹോസ്പിറ്റൽ റെക്കമെൻഡ് ചെയ്യുന്നത് അവിടുത്തെ സൗകര്യങ്ങളോ അവിടെയുള്ള സീനിയർ ഡോക്ടേഴ്സോ മാത്രമല്ല കാരണം. അതിന്റെ പിന്നിൽ ഒരു കച്ചവട മനസ്ഥിതി ഉണ്ട്, അത് സത്യമാണ്. അപ്പൊ ഇങ്ങനെയെല്ലാം വരുമ്പോൾ ഈ പേഷ്യന്റിന് വളരെയധികം ഈ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒഴിവാക്കി കൊടുക്കാൻ പറ്റും. ഇത് ശരിക്കും ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു സംഗതി തന്നെയാണ്. പിന്നെ നമുക്ക് സാധാരണ ഈ പലപ്പോഴും മെഡിക്കോ ലീഗൽ കേസുകൾ ഡോക്ടേഴ്സിനെതിരെ ഫയൽ ചെയ്യാറുണ്ട്. പക്ഷേ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്സിനെ ഇതാക്കിയിട്ട് കേസുകൾ വളരെ ചുരുക്കമാണ്. ഡോക്ടേഴ്സിനെ പലരെയും അതുപോലെ കേസുകൾ വരുത്തും, അത് മീഡിയ ആഘോഷിക്കും ഒക്കെ ചെയ്യാൻ. വിധി വരുമ്പോൾ എപ്പോഴെങ്കിലും വിധി വരുമ്പോൾ അതെല്ലാം മീഡിയ ആഘോഷിക്കും, ഇതെല്ലാം സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്സിനെതിരെ ഇങ്ങനെ കേസുകൾ ഫയൽ ചെയ്യുന്നത് വളരെ റെയറാണ്. മാനേജ്മെന്റാണ് 2013 സുപ്രീം കോടതി ഒരു കൽക്കത്തയിലുള്ള ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റിനെയും അവിടുത്തെ 3 ഡോക്ടർമാർക്കെതിരെയും 5.68 കോടി രൂപ പെനാൾട്ടി വിധിച്ചത്. അതെന്തായിരുന്നു വെച്ചാൽ, ഒരു NRI ഒരാള് അയാളുടെ ഭാരതത്തിലേക്കുള്ള വിസിറ്റിനിടയിൽ അയാളുടെ 29 അയാൾ ഡോക്ടറാണ്, അതാണ് അതിന്റെ ഏറ്റവും വലിയ രസം. അയാളുടെ ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റ് ആയിരുന്നു, ചിൽഡ്രൻ സൈക്കോളജിസ്റ്റ്. അവര് ചികിത്സയുടെ ഈ പിഴവ് മൂലം ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മരണപ്പെട്ടു. 1998 സംഭവം നടക്കുന്നത്. കേസ് ഫയൽ ചെയ്ത് നമ്മളെ ഇന്ത്യൻ കോടതികളിൽ നീങ്ങി. പക്ഷെ അദ്ദേഹത്തിന് അവസാനം സുപ്രീം കോടതി 6 കോടിയുടെ അടുത്ത് വരുന്നൊരു സംഖ്യ ഡാമേജസ് വിധിച്ചു. ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ, ഇത് വളരെ അത്യപൂർവമായിട്ടുള്ളൊരു സംഗതി, ഒരു റെഗുലർ ബേസിസിൽ വരുന്നൊരു. അപ്പൊ ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ ഈ പേഷ്യൻസിനെയും
പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സിനെയും ബന്ധുക്കളെയും എല്ലാവരെയും ബാധിക്കുന്ന ഒരു സംഗതിയാണ്. ഇതാണ് എനിക്കൊരു ആമുഖമായിട്ട് പറയാനുള്ളത്. ഓവർ ടു മധുസൂദനൻ. അത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മളെ ബാങ്കൊക്കെ പണ്ട് ചെയ്ത മാതിരി വല്ല നാഷണലൈസേഷൻ ഒക്കെ ചെയ്യേണ്ടി വരുന്നു. വേറെ ഒന്നും ശരിക്ക് ഈ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് സർക്കാരിന്റെ അണ്ടറിലറ്റ് ആക്കേണ്ടി വരും. എന്നാലൊക്കെ ഇത് വല്ലതും ചെയ്യും. പക്ഷെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ വലിയൊരു ഡ്രോബാക്ക് ഉണ്ട്. ഈ ശമ്പളം വാങ്ങിയിരിക്കുന്ന കുറെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കാണുന്നതാണല്ലോ. ഒന്നും ചെയ്യാതെ മേലോട്ട് നോക്കിയിരിക്കൂ. നമ്മളോട് മര്യാദക്ക് സംസാരിക്കാൻ വരെ അവർക്ക് നേരം ഉണ്ടാവില്ല. നമ്മളോട് നല്ല മുഖത്തോട് കൂടി വരെ സംസാരിക്കൂല. അങ്ങനെയുള്ള ചില വല്ലാത്തൊരു ഡ്രോബാക്ക് ഉണ്ട്. അതിൽ വരുന്നത് രോഗിയാണെന്ന് കൂടി യാതൊരു പരിഗണന ഉണ്ടാവില്ല. അതങ്ങനെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആരോഗ്യ മേഖല പൂർണ്ണമായിട്ട് അവരെ കീഴിലാണെങ്കിൽ നന്നാവുമായിരുന്നു. പക്ഷെ എന്താണ് നിങ്ങൾ പറഞ്ഞ അതേ തരത്തില് എന്തുകൊണ്ട് ഒരു സർക്കാരും ഇതിനെതിരെ ഒരു നീക്കവും ഇല്ലാത്തതെന്നുള്ളത് ആലോചിച്ച കിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ യോഗി ആദിത്യനാഥ് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ലീഡറാണ്. അവിടെ വരെ വലിയ വലിയ ആശുപത്രികള് പാവപ്പെട്ട ആൾക്കാരെങ്ങനെ പിഴിയുകയാണ്. അത് പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് അത് സാധിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പറയുകയാണെങ്കിൽ ഇതൊരു ഹബ്ബാണ്. ഒരു ആസ്പത്രികളുടെ ഒരു മാല തന്നെയാണ്. ഇവിടെ നിറഞ്ഞൊഴുകി കിടക്കുകയാണ്. ഒരു ചെറിയ കട്ടില്, ചെറിയ ഒരാൾക്ക് മാത്രം എങ്ങോട്ടും ചെരിയാൻ പറ്റാത്ത തരത്തിൽ കിടക്കേണ്ട ഒരു കട്ടിലിട്ട് ഒരു ചെറിയ പ്ലൈവുഡ് വെച്ചിട്ട് മറച്ചിട്ടുള്ള ചെറിയ റൂംസ് 3000 രൂപ ചാർജ് ചെയ്യുന്ന ഒരു ദിവസം കിടക്കാൻ. ബൈസ്റ്റാൻഡർ കിടക്കുന്ന കണ്ടിട്ട് ബേജാറാവും. ബൈസ്റ്റാൻഡർ എന്തോ ഈ 3000 പെടാത്ത മാതിരിയാ. അങ്ങനെ ഒരു വല്ലാത്തൊരു ഒരു സ്ഥിതിവിശേഷമാണ് അതൊക്കെ എന്തുകൊണ്ട് സർക്കാരുകൾ ഇത് നോക്കുന്നില്ല, എന്തുകൊണ്ട് സർക്കാരുകൾ ഇതിന് ഇടപെടുന്നില്ല എന്നുള്ളത് ഒരിക്കലും എന്താ അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ആലോചിക്കാൻ വരെ സാധിക്കുന്നില്ല അതിനെ പറ്റിയിട്ട്. ഇവിടെ ഏത് ആസ്പത്രി പോയാലും അങ്ങനെ തന്നെ. നമ്മളെ കേരളത്തിലാണ് വേറൊരു കാര്യം. നമ്മളെ കേരളത്തില് പിന്നെ നല്ല ചികിത്സയ്ക്കാണ്, പക്ഷെ ചികിത്സിച്ചങ്ങ് കൊല്ലുന്ന. ഇപ്പൊ മെഡിക്കൽ കോളേജിനെ പറ്റി ഒരു തമാശയും വന്നിട്ടുണ്ട്. അതിനൊക്കെ കാലിന് സുഖമില്ലാണ്ടായാൽ മതിയായിരുന്നതെന്ന്. കാലിലെ ഓപ്പറേഷൻ നാവിനാ ചെയ്തത്. ഭാര്യന്റെ നാവ് മുറിച്ചിട്ടല്ലോ എന്ന്. അങ്ങനെ ഒരു തമാശ പോസ്റ്റർ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവരിപ്പോ ഏത് ഭാഗത്താണ് ഇത് സർജറി ചെയ്യുന്നതെന്നില്ലെന്ന് ഓർക്ക് അറിയില്ല. കാലിന് സുഖമില്ലാണ്ട് പോയ ആളെ നാവാണ് മുറിച്ചത്. അപ്പൊ എന്റെ ഭാര്യയൊക്കെ ഒന്ന് കാലിന് സുഖമില്ലാണ്ട് ആയാൽ മതിയായിരുന്നത് ഒരു ഇതിൽ വന്നതാ, വാട്സപ്പിൽ വന്ന ഒരു തമാശയാണ്. അതേമാതിരിയാണ് ഇപ്പൊ കേരളത്തിലെ സ്ഥിതി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഉണ്ടായിട്ടുണ്ട്. വേറെ ഒന്നുകൂടി ഉണ്ടായി. അപ്പൊ ആലോചിച്ച് നോക്കും വരെ എവിടെ ആലോചിച്ചിട്ടാണ് ഈ ഡോക്ടർ റോഡ് എടുത്തിട്ട് കയ്യിലിട്ടു. അപ്പൊ 2 ഓപ്പറേഷൻ. അതാ ഒരു രോഗിയുടെ കഷ്ടപ്പാട്. കാലില് സർജറി ചെയ്യുമ്പോൾ ഇടേണ്ട റോഡ് കയ്യിലിട്ടു, എന്നിട്ട് വീണ്ടും സർജറി ചെയ്യണമെന്ന് അഡ്വൈസ് ചെയ്തു പേഷ്യന്റിന്. ആലോചിച്ച് നോക്കാം അതിന്റെയൊക്കെ ഒരു സ്ഥിതിവിശേഷം. ഇവര് എന്ത് ആലോചിച്ചിട്ട് ഇവരിത് ചെയ്യുന്നു? മനുഷ്യന്റെ ശരീരത്തിനെയാണ് വെട്ടിമുറിക്കുന്നതിന്റെ ഒരു ഇതുമില്ല. നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓവർ ബേർഡൻഡ് ആയിരിക്കും അല്ലെ, ഈ ജോലി ഭാരം കൂടുതലായിരിക്കും. നമ്മള് പിന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനോട് നമ്മൾ എപ്പോഴും കുറച്ചൊരു പരിഗണന കാണിക്കണം. ഡോക്ടറും വരുന്നുണ്ടാകുക, അങ്ങനെ ഉണ്ടാവാം. പിന്നെ നമ്മളെ കോഴിക്കോട് വലിയ ഒരു പ്രഗത്ഭ ആശുപത്രിയിൽ, കോഴിക്കോട് ഒരു പ്രഗത്ഭ ആശുപത്രിയിൽ ഉണ്ടായ ഒരു നല്ലൊരു തമാശയും ആകാം. അതിന്റെ ആ ഡോക്ടറുടെ ഒരു എന്താ ധൈര്യവും എന്നും പറയാം. അവിടെ വെച്ചിട്ട് ഒരു വലിയ സർജറി ചെയ്യുക, ഹൃദയ സർജറിയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊക്കെ അറിയുന്ന ഡോക്ടറാ, നമുക്ക് വളരെ ക്ലോസ് ആയിട്ട് ഡോക്ടർ. അങ്ങനെ ഈ സർജറി ചെയ്യാൻ വേണ്ടി ഇത് തുറന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇയാൾക്ക് ഐഡിയ കിട്ടുന്നില്ല ഇതെന്താ ചെയ്യേണ്ടത്. അപ്പൊ നമ്മളൊരു സുഹൃത്തായിട്ടില്ലേ ഒരു ഹൗസ് സർജൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ അന്ന് ഇയാൾ അസിസ്റ്റന്റ് ആയിട്ടുണ്ട്. ഇയാള് ഇതിങ്ങനെ ചെയ്തിട്ട് മൂപ്പര് പുറത്തു പോയിട്ട് സിഗരറ്റ് വലിക്കുക. അതിന് ഡോക്ടർ ഇതെന്താ ചെയ്യേണ്ട ഐഡിയ കിട്ടുന്നില്ലല്ലോ. അവസാനം ഇവരോട് പറയാണ്, ശ്വാസം ഇതൊക്കെ നോക്കി ഓക്സിജൻ ഒക്കെ കൊടുത്തിട്ടോ അയാളങ്ങനെ റെഡി ആക്കി വെക്ക്, ഞാൻ ഇപ്പൊ വരാന്ന്. മൂപ്പര് ഈ ഡ്രസ്സൊക്കെ മാറ്റി വെച്ചിട്ട് പോയിട്ട്
വേറൊരു ഹൃദയത്തിന്റെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കൂട്ടി വന്നിട്ട് ഓപ്പറേഷൻ നടത്തി. ഓ ശരി. ഓ ഓ അതൊക്കെ ഭയങ്കര. അപ്പൊ അയാൾ ആ ഒരു ആലോചിച്ച് നോക്കുകൾ, ആ കിടത്തിയ രോഗിന്റെ ഒരു കാര്യം ആലോചിച്ച് പുറത്തു നിൽക്കുന്ന രോഗികളെ അറിയുന്നില്ല, പുറത്തുള്ളവരെ അറിയുന്നില്ല ഇതെന്താന്നാണ്. ഭയങ്കര ഭയങ്കര കലാപരമായ പരിപാടികൾ നടക്കുകയാണെന്ന് വിചാരിച്ച് പുറത്ത് നിൽക്കുകയാണല്ലോ. ഇയാള് കൂളായിട്ട് പോവുക. ഇയാളോ തിയേറ്റർ ഈ അസിസ്റ്റന്റ് ആയ ഡോക്ടർ പറയാണ് എന്നോട്, മുട്ടുകാലടിക്കുകയാണ് ഞങ്ങൾക്ക്. ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ് ഇങ്ങനെ ഒരാളെ തുറന്ന് വെച്ചിട്ട് ഡോക്ടർ ഇല്ലാണ്ട് ഞങ്ങള് ചില്ലറ ഡോക്ടർമാര് മാത്രം ഇങ്ങനെ നിൽക്കുക. ഞങ്ങളെല്ലാം അല്ല, ഇവരൊക്കെ ഇതൊന്നല്ലല്ലോ, ഹൗസ് ഏജൻസ് ഒക്കെ അല്ലേ. ഇവർക്ക് ഉണ്ടാകുന്ന അത്രയൊന്നും ഒരു ആത്മധൈര്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ അയാളൊരു ആത്മധൈര്യം ആലോചിച്ച് നോക്ക്, അയാൾ ചെയ്തൊരു സംഗതി ആലോചിച്ച് നോക്ക്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഉണ്ടായ സംഭവമാണ്, നമ്മൾ പരിചയം ഉണ്ടായ സംഭവമാണ്. നിങ്ങളും ഞാനും ഒക്കെ അറിയുന്ന ആശുപത്രിയിൽ ഉണ്ടായ സംഭവം കാലങ്ങൾ മുമ്പ്. അപ്പൊ ഇത് ഡോക്ടർമാർ ആ കാര്യങ്ങൾ ചിന്തിക്കാനേ പറ്റാത്തതാ. നിങ്ങൾ പറഞ്ഞ വേറൊരു കാര്യം, മാനേജ്മെന്റ്. ഒരു 5 പൈസയുടെ വിവരമില്ലാത്ത ആൾക്കാരാണ് ഈ സമുച്ചയങ്ങൾ കെട്ടിണ്ടാക്കുന്നത്. എന്നിട്ട് അവനാണ് ഈ ആശുപത്രി ഉണ്ടാക്കുന്നത്. അയാൾക്ക് ആരോഗ്യപരമായ സംഗതികളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പിന്നെ വല്ല എന്താണ് ബിസിനസ് പരമായിട്ട് എന്തിനെ പറ്റിയിട്ടെങ്കിലും ഒരു വിവരം ഉണ്ടാവില്ല. അയാളുടെ കയ്യിൽ കാശുണ്ട്, ഒരു സ്ഥലമുണ്ട്, അയാൾ നേരെ 18 നില ബിൽഡിംഗ് അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ അകത്ത് എന്തൊക്കെ മിഷനറി വാങ്ങി വെക്കാൻ പറ്റുന്നോ അത് മുഴുവൻ വാങ്ങി വെച്ച് അതൊക്കെ പരീക്ഷണാടിസ്ഥാനത്തിൽ ജനങ്ങളെ ശരീരത്തിൽ ഇങ്ങനെ പരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആ പരീക്ഷണത്തിന് ഓരോരുത്തൻ രാവിലെ ആംബുലൻസും വിളിച്ചിട്ട് കുറെ സൗണ്ടൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ പോവുക. എന്നിട്ട് ഓൻ അവിടെ ഇങ്ങനെ പോയിട്ട് പെടുകയാണ് ഇങ്ങനെ. അപ്പൊ ഞാൻ തന്നെ ചിലപ്പോൾ റോഡിൽ ഇതിങ്ങനെ കാണുമ്പോൾ ആലോചിക്കലുണ്ട്, ഓ ഒരുത്തൻ്റെ ഒരു 5 ലക്ഷം പോകുന്നുണ്ടല്ലോ എന്ന്. ഒരുത്തൻ്റെ 5 ലക്ഷം ഇങ്ങനെ വേറൊരാളെ പോക്കലിലേക്ക് ഒരു 5 ലക്ഷം ഇങ്ങനെ പോവുക, പീന്നൊക്കെ സൗണ്ടൊക്കെ ആക്കിയിട്ട്. പാവങ്ങള് എന്തൊരു കഷ്ടമാണ് അതിങ്ങനെ കാണുമ്പോ. ഞാനും പോയിട്ടുണ്ട്. എനിക്കും ഹൃദയത്തിന് ഇത് പിന്നെ എന്റെ ഇത് ഒരു ദിവസം രാവിലെ പെട്ടെന്ന് സ്റ്റോപ്പായി പോയി. പെട്ടെന്ന് ഒരു ദിവസം രാവിലെ മൂപ്പര് വർക്കാവുന്നില്ല. അവർക്ക് അവർ ഓവറോളിംഗ് ഒക്കെ ചെയ്തതാ. അപ്പൊ ഈ ഓവറോളിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോയിന്. ഈ കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ കുറച്ചൊരു നിങ്ങൾക്ക് അറിയാലോ, കുറച്ചൊരു ധൈര്യം കൂടുതൽ ആളെ. ഞാൻ എന്താക്കി, ഞാൻ മൊബൈലൊക്കെ എടുത്തിട്ട് ആംബുലൻസ് കിടന്നുകൊണ്ടാണ് എല്ലാരും വിളിച്ചത്. ഇതാ ഞാൻ ഇങ്ങനെ വൈകുന്നേരം ആവുമ്പോൾ വന്നു നോക്കിക്കോ, മൂക്കിൽ പരുത്തി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനോട് പരുത്തിയില്ലാണ്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞു, നാട്ടിൽ നിന്ന് വേണം വന്നിട്ട് കണ്ടിട്ട് പോകാം, നമ്മളെ കാര്യം പോക്കാണ്. അപ്പൊ അങ്ങനെ കണ്ടിട്ട് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഞാൻ സിറ്റിന്റെ അകത്ത് കൂടെ, ബാംഗ്ലൂർ സിറ്റിന്റെ അകത്ത് കൂടെ ആംബുലൻസ് പോകുന്ന ആലോചിച്ച് നോക്കി എങ്ങനെ ഉണ്ടാവുന്നത്. മുഴുവൻ ബ്ലോക്കായിട്ട് ഒരു രക്ഷയും കിട്ടൂല. അവസാനം കൂടി തിക്കി പിടിച്ച് എങ്ങനെയല്ലോ ആയിട്ട് സൈഡിൽ കൂടെ ആയിട്ട്. അപ്പൊ എനിക്ക് തന്നെ ഇടക്കിടക്ക് ഒരു ബേജാറ് വരുന്നുണ്ട്, ഇത് ഏകദേശം പരിപാടി കഴിയുമോന്ന്. കാരണം അങ്ങനത്തെ ഒരു ലെവലിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇടക്കൊന്ന് എണീച്ച് നിന്നിട്ട് ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ നോക്കൂ. അത് നോക്കിയിട്ട് എന്തിനാ നോക്കുന്ന അറിയോ? അവസാനത്തെ ഒരു കാണലാണല്ലോ. ഈ ലോകത്തോട് ഞാൻ പോകല്ലേ. അപ്പൊ ഇനി ഇത് അവസാനത്തെ ഒരു കാരണം ഇവിടുന്ന് വളരെ ഗംഭീരമായ അറ്റാക്കാണ്, അടിച്ചിട്ടില്ലേ എന്നൊക്കെ ഡോക്ടർ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഡ്രൈവറോട് പറയുന്നുണ്ട് പെട്ടെന്ന് കൊണ്ടുപോകണം. അങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോകുന്നതിന്റെ ഇടയിൽ അതിന് വേറെ ഒരു വിറ്റുണ്ട്. ഒരു ഹമ്പിന്റെ അവിടുന്ന് ആംബുലൻസ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയിട്ട് അവൻ നിർത്തിയിട്ട് പറയാണ്, ബ്രേക്ക് ചെയ്തിട്ട് നിർത്തിയിട്ട് പറയാണ് 2500 ആവും. രാമയ്യയിലേക്ക് പോണെങ്കിൽ 3000 ആവും. ജയദേവയിലേക്ക് പോണെങ്കിൽ 2500 ആകും. പോകണോ, എങ്ങോട്ടാ പോകേണ്ടത്, അല്ലെ ജനറൽ ആശുപത്രി എവിടെയോ പോകേണ്ടത്. ഇത് പകുതിയിൽ നിർത്തിയിട്ട്, ഇത് ചാവാൻ പോകുന്നവനോട് പകുതിയിൽ നിർത്തിയിട്ട് ആംബുലൻസുകാരൻ ചോദിച്ചതാ എന്നോട് തന്നെ. ഞാൻ പറഞ്ഞ എടുത്തു പോടോ, കന്നഡ കന്നഡ ഈത്തി പറഞ്ഞിട്ട് എടുക്കുന്ന പറഞ്ഞു. അപ്പോഴാണോ എടുത്തത്. അപ്പോഴും ഞാൻ ഓരോരുത്തർക്കും മൊബൈലിൽ വിളിക്കുക, കിടന്ന് വിളിച്ചിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്. പക്ഷെ അവിടെ കൊണ്ടുപോയി ആ ആശുപത്രി എന്തായാലും നമുക്കൊരു കുറ്റവും പറയാൻ പറ്റില്ല. അത്ര ഗംഭീരമായ ആശുപത്രിയാണ്. ജയദേവ എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റൽ ഉണ്ട് ഇവിടെ, ഹാർട്ടിന്റെ മാത്രം ചികിത്സ ചെയ്യുന്ന ഒരു ആശുപത്രിയാണ്. അവര് എന്ത് തന്നെ ആയാലും പിന്നെ രോഗികളോട് അത്രയും കരുണ കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് ഞാൻ ഒരു രൂപ കീശയിലില്ലാണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. പെട്ടെന്ന് ഇത് വരികയല്ലേ, എടുത്ത് അങ്ങോട്ട് പോകുന്നു, ഒന്നും ചോദിച്ചു. നിങ്ങൾക്ക്
4000 5000 രൂപയായിട്ടാണ് ആ ഇഞ്ചക്ഷന് ഫസ്റ്റില് ഒരു ഇഞ്ചക്ഷൻ തരാനുണ്ട്. അപ്പൊ അത് തരാൻ വേണ്ടിയിട്ട് എത്ര 5000 എന്തോ കെട്ടണം, 4000 എന്തോ കെട്ടണം. അത് കെട്ടാനുള്ള പൈസ വരെ ഞാൻ എടുത്തിട്ടില്ല. എടുക്കാനുള്ള സമയമൊന്നുമില്ല. അത് എടുത്ത് പെട്ടെന്ന് ഇട്ട് കൊണ്ടുപോകില്ല, ശവം കൊണ്ടുപോകുന്നതിന് കൊണ്ടുപോയി. അപ്പൊ അവിടെ എത്തി. അങ്ങനെ ഭാഗ്യമില്ലോണ്ട് രണ്ടാമത് എണീച്ച് വന്നതേ ഉള്ളൂ. അവിടെ എത്തിയ ഉടനെ ഓരെന്താ ചെയ്യുന്നത്, ആ ട്രീറ്റ്മെന്റ് ഓരോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. ഓര് നമ്മളോട് വന്നിട്ട് പൈസ കൊണ്ടാ, ഇത് കൊണ്ടാ, മറ്റേ കൊണ്ടാ, അങ്ങനത്തെ യാതൊരു വർത്താനമൊന്നുമില്ല. ആകെ എന്നോട് സംസാരിക്കുമ്പോൾ വരെ വളരെ കെയർഫുൾ ആണ് അവര്. അവരെ പിന്നെ എന്റെ ഭാര്യയെ വിളിച്ചിട്ട് കുറച്ചപ്പുറം പോയിട്ട് ಕನ್ನಡದಲ್ಲಿ പറഞ്ഞ്, ಇಲ್ಲೆಲ್ಲ ಸೈನ್ ಮಾಡ್ಬೇಕು, ಸ್ವಲ್ಪ ಕನ್ಫ್ಯೂಷನ್ ಇದೆ, ಬೇಕಂದ್ರೆ ಒಂದು ಆಪರೇಷನ್ ಮಾಡ್ಬೇಕಾಗುತ್ತೆ, ನೀವು ಒಂದು ಸೈನ್ ಮಾಡ್ಬೇಕು. അപ്പൊ ഇവക്ക് കന്നഡയിൽ ഒരു ABCD അറിയാം. ഇപ്പോൾ മേലോട്ട് നോക്കിക്കുക. അപ്പൊ ഞാൻ കിടന്നിടന്ന് ഡോക്ടറോട് കൈകൊണ്ട് കൊണ്ട് വാങ്ങാറ്. ഞാൻ പറഞ്ഞു ಅವ್ರಿಗೆ ಕನ್ನಡ ಗೊತ್ತಿಲ್ಲ, ನೀವೊಂದು ಮಾಡಿ ಹಂಗೆ ಬೇಕಾದ್ರೆ ನಾ ಸೈನ್ ಮಾಡ್ಕೊಡ್ತೀನಿ, ಟ್ರೀಟ್ಮೆಂಟ್ ಸ್ಟಾರ್ಟ್ ಮಾಡಿದೆ. അപ്പൊ ഇയാള് ട്രീറ്റ്മെന്റ് തന്നെ, എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ಗೊತ್ತಾಯ್ತು, എനിക്ക് ഹൃദയ സ്തംഭനം വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം, ഞാൻ ചത്തു പോകുന്നതിന് മുന്നേ എനിക്ക് വേഗം കൊണ്ടുപോയി പരിപ്പിളക്ക് പറഞ്ഞു. സംഗതി ഇളക്കി കൂട്ടുന്നതാണ്. അപ്പൊ അയാൾ എന്നോട് ഇങ്ങനെ ബേജാറായിട്ട്, അല്ല നിനക്ക് മനസ്സിലായി, നിനക്ക് ഇതാണ് ഇല്ലേന്ന്? ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി, കാരണം ഇതിന്റെ ECG ഒക്കെ ഞാൻ നോക്കിയിട്ടാണ് വന്നത്. അയ്യോ, അപ്പൊ അയാൾ ഒരു 2 മിനിറ്റ് സ്റ്റണ്ടായിട്ട് നിന്ന്. കാരണം ഹാർട്ട് അറ്റാക്ക് ഇല്ല ഒരാള്, ഹാർട്ട് അറ്റാക്ക് അപ്പൊ തന്നെ എത്തു. അപ്പൊ ഞാനത് വളരെ കൂളായിട്ട് കൈകാര്യം ചെയ്തപ്പോ അയാളൊന്ന് ചിരിച്ച് ഭാര്യനോട് ഇങ്ങനെ ആക്കിയിട്ട് ഇന്നെ എടുത്തിട്ട് നേരെ ICUലേക്ക് എടുത്ത് ഓടി, ഈ സാധനം ഇഞ്ചക്ഷൻ കുത്തലൊക്കെ. പക്ഷെ ഓരോ ഞാൻ സമ്മതിച്ച, എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്, അതായത് ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞിട്ടാണ് അവര് പൈസ ചോദിച്ചത്. ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിക്കുക ഓരോട്, എന്താണ് സാർ ഇതിന് ബില്ലൊന്നും ഇല്ലേന്ന്. പിന്നെ ലാസ്റ്റ് എല്ലാം കൂടി ജാസ്തി ബില്ല് വന്നാൽ ഞാൻ തൊന്തറയിപ്പോ അതിനെ കൊണ്ട്, ഞങ്ങൾ ബില്ലൊന്നും ഇല്ലേന്ന് ഞാൻ ചോദിക്കുക. ആ കൊടുത്തിന് അത് അവർ അപ്പൊ എസ്റ്റിമേറ്റ് നിങ്ങൾക്ക് തന്നിട്ടില്ലേന്ന് ചോദിച്ചു ഒരു ഡോക്ടർ. ഞാൻ പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല. അശ്വന്താകല്ലേ നീ. അപ്പൊ എന്നോട് ആദ്യം അതിന്റെ മുന്നേ വേറെ ഒന്ന് കാര്യം പറഞ്ഞു, നിങ്ങള് ഡീലക്സ് റൂമാണ് എടുത്തത്. ഡീലക്സ് റൂമിന് എന്ന് പറഞ്ഞാൽ വലിയ പൈസ ഒന്നും ഇല്ല, 1400 റുപ്യ അങ്ങനെ എന്തോ ഉള്ളൂ. അയാളുടെ വലിയ പർണശാല മാറ്റ റൂം, അവിടെ കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാശാകും. ഡോക്ടർ വന്ന് പറയുക, അവിടെ കിടന്നാൽ നിങ്ങൾക്ക് കാശാവും. 2 ഷെയറിംഗ് ആയിട്ടുള്ള റൂം ഉണ്ട്, അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ഇതിലൊരു 20% കുറയും. ജനറൽ വാർഡ് ഉണ്ട്, അവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 40,000 രൂപയാവും. നിങ്ങൾ അവിടെ കിടക്കുന്നോ ഇവിടെ കിടക്കുന്നോ ഇതിലാകുന്നോ എന്ന് ചോദിച്ചു ഓപ്പറേഷൻ കൊണ്ടുപോകുന്നതിന് മുന്നേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു വൈഫിന് ഇവിടുത്തെ ആരെയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അപ്പൊ അതുകൊണ്ട് ലാംഗ്വേജ് പ്രോബ്ലം എല്ലാം കൂടി ആകെ കൺഫ്യൂഷൻ ആവും. ഇവിടെ നമുക്ക് ആരും ഇല്ല, ഞാനും ഓടും തന്നെയുള്ളു, അപ്പൊ ആകെ പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ആ പൈസ പറ്റി ആലോചിക്കണ്ട. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞ 40,000-ന്റെ 3 ഇരട്ടി കൊടുക്കേണ്ടി വന്നു, അത്രേ ഉള്ളൂ. അത് ഞാൻ തന്നെ ചെയ്ത. അപ്പൊ ആ ആസ്പത്രി അങ്ങനെ നമ്മളോട് പറയാൻ വരെ തയ്യാറാകുന്നു. അങ്ങനെയുള്ള അത് അയാളിപ്പോ ഇലക്ഷന് നിന്നിരുന്നു, BJP-ന്റെ കാൻഡിഡേറ്റ് ആയിരുന്നു, മഞ്ജുനാഥ്, എന്റെ അവിടുത്തെ മെയിൻ ആള്. സുരേഷിനെതിരായിട്ട് മത്സരിച്ചിരുന്നു. അയാള് ഭയങ്കര ഒരു ദൈവമായിട്ടുള്ള ഡോക്ടർ തന്നെയാണ്. അയാൾ എനിക്കറിയില്ലായിരുന്നു അയാളാണ് ഇതിന്റെ ആളെന്ന്. ഞാനിതിനു വേണ്ടി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് വോട്ടർമാരുടെ കാര്യം പറയാൻ പറ്റൂല, പക്ഷെ എന്തായാലും ഇത് അയാളൊരു സംഭവം തന്നെയാണ്. അതായത് മനസ്സ് തന്നെയാണ്, അത് ആകെ ഒരു സംഗതി തന്നെയാണ്. അപ്പൊ എനിക്കറിയില്ല ഇയാൾ ഇങ്ങനെ ഇതുപോലെ സേവനം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ എന്ന്, അതോ DK ശിവകുമാറിന്റെ അനിയനാണോ ജയിപ്പിക്കുന്നത്. വളരെ എല്ലാവരും നോക്കുന്ന ഒരു മണ്ഡലമാണ് ബാംഗ്ലൂരില്. അപ്പൊ എന്തായാലും അയാളൊക്കെ ജയിപ്പിച്ചിട്ട് അയാളൊക്കെ എവിടെയോ എത്തിക്കണം. നമ്മളെ ഇന്ത്യയിലെ കുറെ ആരോഗ്യ കാര്യങ്ങളൊക്കെ അയാളേക്ക് ഏൽപ്പിക്കണം എന്നില്ലതാണ് ഞാനൊക്കെ പറയുന്നത്. എനിക്കൊക്കെ അങ്ങനെയാ തോന്നുന്നത്. കാരണം അയാളൊക്കെ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അയാള് പൈസക്ക് വേണ്ടി പിന്നെ എന്തും ചെയ്യുക എന്നുള്ള ഒരു ഇതില്ലാത്ത ഒരു നല്ല ഡോക്ടറാണ്. അയാളൊക്കെ നമ്മൾ നമസ്കരിക്കുന്ന വേണം. അപ്പൊ പക്ഷെ നേരെ വിപരീതമായിട്ട് ബാംഗ്ലൂരിൽ വേറെ ഉണ്ടായ അനുഭവങ്ങളും ഉണ്ട്. നമ്മളൊരാളെന്നെ പെട്ടെന്നൊരു സീരിയസ് ഒരു കണ്ടീഷനിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുക. ഇവിടുത്തെ വലിയൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിന്റെ അടുത്താണ്. ഇവിടെ മാത്രമല്ല, നമ്മളെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ഇല്ല ആസ്പത്രിക്കാരാണത്. അങ്ങനെ വലിയ ആസ്പത്രിയിലേക്ക് പെട്ടെന്ന്
പെട്ടെന്ന് ഹാർട്ടിനൊരു കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറയുന്നു, അങ്ങനെ എടുത്ത് കൊണ്ടുപോവുക. ഇത് കൊണ്ടുപോയിട്ട് അവിടെ എത്തിയ ഉടനെ ഇവര് പറയാ 30,000 പേ ചെയ്യാൻ. മറ്റേ ഹോസ്പിറ്റലിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. 30,000 പേ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പേ ചെയ്യാലോ, തരാന്ന് പറഞ്ഞു. അപ്പോ എന്റെ അനിയത്ത് വന്ന്, അപ്പൊ അവിടെ നിന്ന് വന്ന് അപ്പൊ തന്നെ കൊടുത്തു, കാശ് കൊടുത്തു. കാശ് കൊടുത്തതിന് ശേഷമാണ് കട്ടിലിൽ കൊണ്ടുപോയി കിടത്തിയ ആളെ ഇവർ നോക്കുന്നത്. അതുവരെ ഇവർ ഈ കാശ് കിട്ടുന്നവരെ തൊട്ടില്ല. ഒരു സീരിയസ് ആയിട്ട് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞെത്തിയ തൊട്ടു നോക്കിയില്ല. ഈ കാശ് കിട്ടി പെയ്ഡ് ചെയ്തിട്ട് ബില്ല് കൊടുത്തതിന്റെ ശേഷമാണ് പേഷ്യന്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള മനസ്ഥിതി ഇല്ലവരുണ്ട്. എന്നിട്ടും വേറെ തമാശകളൊക്കെ ഉണ്ട് അവിടെ. തമാശ എന്ന് പറയാൻ പറ്റില്ല ആസ്പത്രിയെ. നേരെ കൊണ്ടുപോയി ഇതെല്ലാം കഴിഞ്ഞ് അവർക്ക് കൊടുക്കേണ്ട ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ ഒരു ഇതായിരുന്നു. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഷി വാസ് നോർമൽ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ICU കൊണ്ടുപോയി കിടത്തി. നേരെ ICUയിലൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം നമ്മളിതിങ്ങനെ കാണുകയാണല്ലോ. ICU ആയിട്ട് ഇങ്ങനെ ഇരുന്ന് 10,000 കെട്ടാൻ പറഞ്ഞു, പിറ്റേ ദിവസം 9,000 കെട്ടാൻ പറഞ്ഞു, പിറ്റേ ദിവസം 10,000 ഇങ്ങനെ കെട്ടണം. അപ്പൊ അതിന്റെ ഇടയിൽ പറഞ്ഞു കുറച്ച് ക്രിയാറ്റിൻ കാണുന്നുണ്ട്, അപ്പോൾ ഇറ്റ്സ് ഡേഞ്ചറസ്, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യണം, നമ്മ ഇതിന്റെ യൂറോന്റെ നെഫ്രോന്റെ ആള് വരണം, ഇപ്പൊ തന്നെ വന്ന് നോക്കുക, അത് വന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം, അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചിലപ്പോ ഒരു സർജറി വേണ്ടി വരും എന്തൊക്കെയോ പറഞ്ഞിട്ട് മനുഷ്യനെ ആകെ ബേജാറാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ കൂടെ ഒരു ഡോക്ടർ ഉണ്ട്, നമ്മളെ നാട്ടിൽ നിന്ന് വന്ന ആളല്ലേ. പിന്നെ അങ്ങനെ വന്ന് 1-2 ദിവസം കഴിഞ്ഞപ്പോ നെഫ്രോം വരുന്നില്ല, ആരും വരുന്നില്ല, എപ്പോ ആകും എന്ന് പറയാന്നല്ലാതെ. അപ്പൊ ഈ കൂടെ ഉള്ള ആള് പറഞ്ഞു നമുക്കൊന്ന് അകത്ത് കയറി കാണാന്ന്. അകത്ത് കയറിയിട്ട് ആ ഡോക്ടർ കണ്ടപ്പോ എന്നോട് പറഞ്ഞു, അമ്മ എന്റെ അമ്മ തന്നെയാട്ടോ, സംഗതി എന്റെ അമ്മേന്റെ. അപ്പൊ പറഞ്ഞതാണ്. ഡോക്ടർ വന്നിട്ട് എന്നോട് പറഞ്ഞു നോർമൽ ആണല്ലോ, അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, നമുക്ക് ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഈ ചികിത്സിച്ച ഹൃദയത്തിന്റെ ഡോക്ടറെ ഒന്ന് പോയി കാണാന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ ഡോക്ടർ ആയതിനെ കൊണ്ട് ഇവന് വളരെ കൂളായിട്ട് സംസാരിക്കാലോ. അപ്പൊ വളരെ പിന്നെ കൂളായിട്ട് കുറെ മെഡിക്കൽ ടേംസ് ഒക്കെ വെച്ച് അയാളായിട്ട് കുറെ കാര്യങ്ങളൊക്കെ സംസാരിച്ച്. അപ്പൊ പറഞ്ഞു നെഫ്രോ വരണം എന്ന് പറയുന്നുണ്ട്. എന്താണ് അവർക്ക് ഈ നെഫ്രോ സംബന്ധമായ എന്ത് പ്രശ്നമാണ് വരുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു നെഫ്രോ ആരെയാ പറഞ്ഞത്, ഏത് ഡോക്ടറാ പറഞ്ഞത്? അതങ്ങനെ ICU പറഞ്ഞാണ്. അപ്പൊ ഇന്ന ഡോക്ടറാണെന്ന്. ആ ഡോക്ടർ റൂം എവിടെയാന്ന് വെച്ചു, ഇന്ന സ്ഥലത്താണ്. ഞങ്ങൾ അവിടെ പോയി. അവിടെ പോയപ്പോ എന്തായാലും ഈ നെഫ്രോന്റെ ഈ ഡോക്ടർ ഒരാഴ്ചത്തേക്ക് ലീവാ. ഒരാഴ്ചത്തേക്ക് സുഖമായ പേഷ്യന്റിനെ ഇല്ലാത്ത ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് 10,000 കേസ്. ഇതിന് ഇവിടുത്തെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ നിന്ന് കൊടുക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ ഇല്ലാതെ ആ ഒരു സീരിയസ് അതിന് ആ ഹാർട്ടിനായിരുന്നു, ആ ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോഴെ തന്നെ ശരിയാവുമായിരുന്നു. ആ ശരിയാകാൻ അവിടെ ആ സാധനം ഇല്ലാത്തത് നിയർ ബൈ ഒരു ക്ലിനിക്കാണ്, അത് അത്ര നഴ്സിംഗ് ഹോം, ചെറിയ നഴ്സിംഗ് ഹോമാണ്. അല്ല അതുകൊണ്ട് അവിടെ പിന്നെ അത് ഉണ്ടായിരുന്നില്ല. അവിടെ ഇവിടെയൊക്കെ അവര് ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ, അത് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യുക, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇറ്റ് മസ്റ്റ് ബി സീരിയസ് സംഗതിയാണ്, പെട്ടെന്ന് എത്തണം എന്നാണ്. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ എത്തിയിട്ട് ഈ ഇഞ്ചക്ഷൻ കൊടുത്ത് ഷി വാസ് നോർമൽ, ഒരു പ്രശ്നവുമില്ല. അങ്ങനെ മതിയായിരുന്നു. ആ ഇഞ്ചക്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ മതിയായിരുന്നു. അതില്ലാത്തൊരു കുഴപ്പത്തിനാണ് അങ്ങോട്ട് എടുത്ത് ഓടിയത്. അങ്ങനെ ഈ കിടത്തിട്ട് പിന്നെ അവിടെ പോയി നോക്കിയപ്പോ ഡോക്ടർ ഇല്ല. ആലോചിച്ച് നോക്കാം, അങ്ങനെ ഒരു ഡോക്ടർ വരണമെങ്കിൽ ഇനിയും 3-4 ദിവസം കഴിയും. അങ്ങനെ ഒരാളെ വെച്ച് വേറെ ഉണ്ടാവില്ല. എന്നാല് അത് കാണിക്കാണ്ട് ഇയാൾ വരണം പോലും, അതിന്റെ ഹെഡ് അയാൾ വരണം എന്ന് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റിനെ ICUന്റെ അകത്ത്. അവസാനം ഇവൻ പറഞ്ഞു പോയിട്ട് ഡിസ്ചാർജ് ചെയ്തിക്കോളാൻ, ഇനി റിസ്ക് ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്ത് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്, ഇല്ലേ ഞങ്ങൾ വേറൊരു ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണ്, യു പ്ലീസ് ഗിവ് മീ ദ ഡിസ്ചാർജ് ആണ്. ആ ഡിസ്ചാർജ് വാങ്ങി വന്നു. വെറുതെ ഒരു 10,000-60,000-70,000 രൂപ അവിടെ പോയി എന്നല്ലാണ്ട് അത് അവര് വാങ്ങി കീശയിലിട്ടു. പക്ഷെ എന്താ, ആസ്പത്രി ഇവിടുത്തെ വലിയൊരു ഹോസ്പിറ്റലാണ്. പോയി കഴിഞ്ഞിട്ട് ഭയങ്കര, നിങ്ങൾ എന്തിനാ അവിടെ പോയത് ചിലപ്പോ ചോദിക്കൂ. അത്രയും വലുതിൽ പോയോണ്ടല്ലേ ഇങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കാം. എന്താ വെച്ചാൽ അവിടെ പല 5 സ്റ്റാർ ഹോട്ടലിലേക്ക് അറ്റം പോയാൽ മതിയാ. ഒരു ഹോസ്പിറ്റലാന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ല.
അങ്ങനെയുള്ള ആ, ലെവലാണ്. ബൊഫെ സിസ്റ്റം ഫുഡൊക്കെയാണ് ICUവിന്റെ അടുത്തേ. ആ, ആ ആ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ല വലിയൊരു ഹോസ്പിറ്റൽ. അപ്പൊ അങ്ങനെയും ഉം, ഉണ്ട്. ഈ ജയദേവ പോലത്തെ ഒരു ആസ്പത്രിയിൽ എനിക്കുണ്ടായ അനുഭവം അങ്ങനെയാണ്. എന്റെ അമ്മയെ കൂട്ടി പോയപ്പോ ഉണ്ടായ ഒരു അനുഭവം അത്. ഏഹ് ഉം, ഇങ്ങനെയല്ലേ ഓരോ ഉം, അനുഭവങ്ങളും ഉം. നമുക്ക് അതാണ് തന്നെ ഉണ്ട്. ശരിക്കും അത്ര വലിയൊരു അല്ല, ആ ഇത്ര വലിയ ഹോസ്പിറ്റലല്ല, അതിന്റെ ഇൻ ബിറ്റ്വീൻ സൈസുള്ള ജനറൽ ആസ്പത്രിയാണ് വേണ്ടത് നമ്മുടെ നാട്ടില്. വേണ്ടത് അതാണ് കാരണം എല്ലാരും സാധാരണക്കാർക്ക് വിളിച്ചിട്ട് ഏറ്റവും ചെറിയ ക്ലിനിക്കിൽ നിന്ന് വലിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. അതിന്റെ ആവശ്യമില്ല. ഇൻ ബിറ്റ്വീൻ ഒരു ഹോസ്പിറ്റൽ വേണം. വേണം. ഇത്ര അതില്ല. വലിയ ഇതൊന്നും ഇല്ലാത്തത്. ആ അതില്ലാത്തതാണ് ഈ മറ്റവരെ പിഴിയാൻ അവർക്ക് അവസരം കൊടുക്കുന്നത്. കൊടുക്കുന്നത്. പിന്നെ അതുപോലെ ഞാൻ വേറൊരു കാര്യം, ഉം, ഡോക്ടേഴ്സ് ഇതുണ്ടല്ലോ, ഉം, ബന്ധം. ഉം. 2023 ഫിഗർ പ്രകാരം ഫാർമ കമ്പനീസ് ഡോക്ടർമാർക്ക് കിട്ടിയിട്ടുള്ള സംഖ്യ 4000 കോടിയാണ്. ആ. 4000 കോടി. പാവപ്പെട്ട കുറെ രോഗികൾ ഇങ്ങനെ വിഴുങ്ങിയ സാധനത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ പണം അല്ലേ? ഏഹ് അതെ, ആലോചിച്ച് നോക്കാൻ അതെ, ഇതിന്റെയൊക്കെ ഒരു വിരോധാഭാസം. ഏഹ് അതെ, അതെ. പാവപ്പെട്ട നമ്മളിങ്ങനെ വാങ്ങി ഇങ്ങനെ തിന്ന് തന്നിട്ട് നമ്മളെ കിഡ്നി പോവുക വേറെ. ഇതിന് കിഡ്നിന്റെ ആശുപത്രി വേറെ തുറക്കുക. എന്താ ഇതിന്റെ സ്ഥിതി? നമ്മളിതിങ്ങനെ കുറെ വാങ്ങിയിട്ട് എന്തൊക്കെയോ വിഴുങ്ങുക. ആ വിഴുങ്ങിയിട്ട് നമ്മളെ കിഡ്നി ഒരു ദിവസം രാവിലെ ആകുമ്പോൾ പറയാ ക്രിയാറ്റിൻ കൂടി കാറ്റം കൂടി ആ കഴിഞ്ഞ് എന്റെ പരിപാടി കഴിഞ്ഞ് ഇനി രാവിലെ മുതൽ ഇവിടെയൊക്കെ കുത്തി കയറ്റിയിട്ട് മറ്റേ ഇഞ്ചക്ഷൻ അടിച്ച് കിടന്നോ, എന്റെ എന്റെ ജീവൻ ഇവിടെ പരിപാടി കഴിഞ്ഞു എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഇത് മാറ്റി വെച്ചോളാനൊക്കെ വളരെ കൂളായിട്ട് പറയും. വളരെ കൂളായിട്ട് പേഷ്യന്റിന്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ പറയാ ഇല്ല ഇത് നമ്മളെ സമയം കഴിയാനായി തോന്നുന്നു അല്ലേ? ആ കഴിഞ്ഞ് ഇനി ഒരു 5 മിനിറ്റ് കൂടി ഉണ്ട്. ഉം, ഉം. ഏഹ് അപ്പൊ ആ, ഇനി ഒരു 5 അങ്ങനെ മിനിറ്റ് കൂടി. ആ, ആയിക്കോട്ടെ. അങ്ങനെ വലിയ തമാശകളൊക്കെയാണ്. അവർക്കൊരു തമാശയാണ്. ഉം. ഏഹ് ജനത്തിന്റെ അല്ല, ഇതിൽ എനിക്ക് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയി തോന്നിയത്, ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് എല്ലാരും പതറിപ്പോകുന്ന ഒരു ഘട്ടത്തിലും ആ, മസൂരൻ വളരെ തമാശ പറഞ്ഞുകൊണ്ടാണ് പോയത്. മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് ഫോൺ ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. ആ, ഏഹ് ഒറ്റ അതൊക്കെ എന്താ പറയുക, ഒരു നെവറായിട്ട് എടുത്തത് ഒറ്റക്ക് ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് ആയിരിക്കും ചിലപ്പോൾ പോയി അവർക്ക് ആകെ ഒരു ഏഹ് ആ, ഒറ്റക്ക് ഓട്ടോറിക്ഷ ആദ്യം പോകുന്നു വിളിച്ചിട്ടാണ് ആദ്യത്തെ ഹോസ്പിറ്റലിൽ. ആദ്യത്തെ ഹോസ്പിറ്റലിൽ പോയത്. ഞാൻ ഒറ്റക്ക് തന്നെയാ പോയത്. ഒറ്റക്ക് പോയിട്ട് നല്ല തമാശയൊക്കെ ഉണ്ട്. ഒറ്റക്ക് പോയിട്ട് അവിടുന്ന് ECG എടുക്കാൻ വേണ്ടോ ECG എടുത്തിട്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഒന്ന് പറയണോന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ സാറ് ഡോക്ടർ പറയട്ടോ. ഞാൻ പറഞ്ഞ ഡോക്ടർ പറയില്ല അടിച്ചിട്ടുണ്ട് ഹാർട്ട് അറ്റാക്ക് അല്ലേ അത് പറയുന്നതാണ്. അപ്പൊ അവൻ പറഞ്ഞപ്പോ ഞാൻ കടലാസ് വാങ്ങിയിട്ട് ഞാൻ തന്നെ ഇറങ്ങി. സാർ സ്റ്റെപ്പ് ഇറങ്ങരുത് എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഇറങ്ങാണ്ട് എന്തായാലും രക്ഷയില്ലല്ലോ. ഇതിന്റെ മേലേക്ക് പോയി ഇഷ്ടൊന്നുമില്ല. ഞാൻ ഇറങ്ങി തന്നെ വേണം. ഇറങ്ങി താഴത്ത് വന്നിട്ട് ആംബുലൻസ് ഡോക്ടറിനെ വിളിച്ചു തന്നിട്ട് അതിൽ കയറ്റി ഇരുത്തിയപ്പോ എന്റെ കൂടെ വരാൻ ഒരാള് വേണ്ട. അപ്പൊ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ ഈ റേവ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ടാ. അപ്പൊ അയാള് ഫോൺ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു സുരേഷ് ഭായി ഒന്ന് എന്റെ കൂടെ വരണം കള്. എന്റെ കാര്യം ഇങ്ങനെ ലേശ അബദ്ധാണ്. പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകണം. അല്ല ഹോസ്പിറ്റലിലേക്ക് അല്ല നിങ്ങളൊന്ന് പിന്നെ എന്റെ കൂടെ വരണം. ഒന്ന് ഡോക്ടറെ കാണാൻ പോണെങ്കിൽ ചെറിയൊരു ഇത്. അപ്പൊ അയാൾ പറഞ്ഞു ആകുമ്പോ വൈകുന്നേരം പോവാ. ഞാൻ വൈകുന്നേരം മൂക്കിൽ പറ്റിച്ചിട്ട് കാണിട്ടിരിക്കും. ഞാൻ ഗേറ്റിന്റെ അവിടെ വന്നിക്കോളൂ. പിന്നെ സംഗതി ഇപ്പൊ അബദ്ധം ഇപ്പൊ പരിപാടി കഴിഞ്ഞ് ഞാൻ ആംബുലൻസിലാ വരുന്നത്. ആംബുലൻസിൽ ഞാൻ പറഞ്ഞു ആംബുലൻസിൽ വന്നോണ്ടിരിക്കുകയാണ്. ആ ഗേറ്റിന്റെ അവിടെ റെഡിയിൽ നിൽക്കണം ചാടി കയറിക്കോളുകാറ്. ചാടി കയറി ഞങ്ങൾ അവിടുന്ന് അപ്പൊ ഭാര്യയൊക്കെ വിളിച്ച് എല്ലാരെയും കൂടി വിളിച്ച് കയറ്റിട്ട് ഒറ്റ പോക്ക് അങ്ങോട്ട് പോയത്. പിന്നെ പോകുന്ന സമയത്ത് നമ്മൾ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഏതായാലും പരിപാടി കഴിഞ്ഞ അപ്പൊ ഞാൻ നമ്മളെ നന്ദനെ വിളിച്ചിരുന്നു പാവം. നമ്മളെ കൂടെ പഠിച്ച അതെ, നന്ദനെ ഞാൻ അതെ. വിളിച്ചിരുന്നു. അപ്പൊ നന്ദന്റെ അമ്മേനെയൊക്കെ കൂട്ടിയിട്ട് പാലക്കാടേക്ക് എവിടെയോ ഇങ്ങനെ വണ്ടിയിൽ പോവുക. അപ്പൊ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ വിളിച്ചിട്ട് നന്ദ ഈ എവിടെയാ? ഞാൻ കാർ ഓടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ കാർ ഒന്ന് സൈഡാക്ക്. ഒരു സംഗതി പറയാണ്ട്. കാറ് സൈഡാക്കി. എന്നാലേ ഇങ്ങനെ അറ്റാക്ക് അടിച്ചിട്ട് ഹാർട്ട് ഇങ്ങനെ പരിപാടി നിന്നുകൊണ്ടിരിക്കുകയാണ്. ആസ്പത്രിയിൽ എത്തുമോ ഇല്ലയോ ഒന്നും അറിയില്ല. അനക്ക് എന്നെ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് പുറപ്പെട്ടു. ഇത് തമാശ എന്റെ സ്ഥിരം പറയുന്ന തമാശ എന്നെ എപ്പോഴും പറയുള്ളൂ. ഈ മിണ്ടാണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ ഇത് തമാശയല്ലുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഒരു സംഗതി കേൾപ്പിച്ചു തരാറിട്ട് ഞാൻ മൊബൈൽ ഫോൺ എടുത്ത് പുറത്ത് ഇങ്ങനെ വെച്ചു കൊടുത്ത് ആംബുലൻസിന്റെ സൈറൻ ഉണ്ടല്ലോ ഇത് വേണമെങ്കിൽ കേട്ടോ എന്നാ സമാധാനം ആയിക്കോ. അങ്ങനെ ഓൻ പേടിച്ചിട്ട് ഓൻ പിന്നെ പറയാം കയ്യും കാലും വരച്ചു ചെയ്യുന്ന. ഞാൻ പറഞ്ഞു ഞാൻ വരച്ചില്ല എനിക്ക് എന്തിനാ വരയ്ക്കുന്നത്. ഡ്രൈവിംഗ് പറ്റിയിട്ടുണ്ടാവില്ല ആ പാവം പിന്നെ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു പോയല്ലോ. അങ്ങനെയൊക്കെ
ഞാൻ പോയത് പിന്നെ എന്തോ എനിക്ക് അതിന്റെ സീരിയസ്നെസ് അറിയാഞ്ഞിട്ടോ പൊട്ടനായിട്ടോ എന്താ അറിയില്ല. ഞാൻ ഫുൾ ഹാപ്പി ആയിട്ട് പോയി, ഹാപ്പി ആയിട്ട് എണീച്ച് വരികയും ചെയ്തു. അല്ലെങ്കിൽ പരിപാടി ടീം തന്നെ പോയിട്ടുണ്ടായിരുന്നു. എത്രയോ 6-7 കൊല്ലം മുന്നേ മേലെ എത്തേണ്ടതാണ് നമ്മൾ. ഇപ്പൊ എത്ര കൊല്ലമായിട്ട് ഇരിക്കുന്നുണ്ട്. അത്രേ ഒരു ഉള്ളൂ. കൊല്ലം മുമ്പാണ് ഈ സംഭവം. ആ 2016 ഫെബ്രുവരി 8 കൊല്ലായി. അല്ലേ. അപ്പൊ നമ്മളെ ഒരു കോൺഫിഡൻസ് അതിനോടൊക്കെ അങ്ങനെ പോയി. എല്ലാരും അങ്ങനെ പോയാൽ കുറെ ആൾ രക്ഷപ്പെടും കേട്ടോ. ഇത് വന്ന് പറയുമ്പോ തന്നെ ആൾക്കാർ പകുതി ഹാർട്ട് ഫെയിൽ ആയി പോകുന്നത് എന്തുകൊണ്ടാ വെച്ചാല് നമ്മൾ ഇനി കഴിഞ്ഞ് പരിപാടി എന്ന് പറഞ്ഞാൽ നോക്കുക അത്. നമുക്ക് ലേശം കിട്ടും. അതിന്റെ ഇടയിൽ വോമിറ്റിംഗ് വരുന്നുണ്ട്, എന്തൊക്കെയോ വരുന്നുണ്ട്, വേർക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്, എന്തെല്ലോ ചെയ്യുന്നുണ്ട്. എന്നാലും ഒന്നും ആവൂല ഇതിലൊരു ധൈര്യത്തിൽ അങ്ങ് പോയി. അതൊന്നും ഇപ്പൊ എല്ലാവർക്കും ഒന്നും ഉണ്ടായിരുന്നു വരില്ല. ഇപ്പോഴാണെങ്കിൽ എനിക്ക് പേടിയാവും. കാരണം ഇപ്പൊ ഇതിന്റെ ഈ സൈഡിൽ കൂടെ ആ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുകൂടി ഒരു തരിപ്പ് പോകുമ്പോൾ നമുക്ക് ഹൃദയത്തിന് ഇത് വന്നു കഴിഞ്ഞാല് നമ്മളെ ഹൃദയത്തിന് നമ്മൾ വല്ലാണ്ട് പ്രേമിക്കും. പിന്നെ അത് വരെ ഇല്ലാത്തൊരു പ്രേമം നമുക്ക് ഉണ്ടാകുക ഇത് കഴിഞ്ഞാലാ. അത് ആരോട് വേണം ചോദിച്ചു നോക്ക്. ഇത് കഴിഞ്ഞ ആൾക്കാർക്ക് ഹൃദയത്തിനോട് വലിയ സ്നേഹം. കാരണം എന്തെങ്കിലും ഒരു തരിപ്പ് പോയാൽ മതി. അപ്പൊ ആണോ അപ്പൊ ഇതിന്റെ നാവിന്റെ എന്നാല് നമ്മളെ ടൈം തീരാനായിട്ടുണ്ട്. നമ്മൾ ഇതിങ്ങനെ പറഞ്ഞാല് ഇതിന്റെ കഥകളൊന്നും തീരൂല. അപ്പൊ ഏതായാലും നമ്മളെ ഈ പിന്നെ ഇതൊക്കെ കേട്ട് എല്ലാരും ഇതിന്റെ സത്യാവസ്ഥകൾ ഇങ്ങനെ പറയേണ്ടി വന്നു, അത്രേ ഉള്ളൂ. ഇനിയെങ്കിലും സർക്കാരുകളൊക്കെ ഇനിയെങ്കിലും സർക്കാരുകൾ ഇതിനൊക്കെ ഇതായിട്ട് കണ്ണു തുറന്നിട്ട് ജനങ്ങളെയൊക്കെ ഒന്ന് സേവിക്കാനുള്ള മനസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത്രേ ഉള്ളൂ. ഇത്രയും പറഞ്ഞു. മോദിജി അടുത്ത ടേമിൽ അത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ. അങ്ങനെ നമ്മൾ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ അമർത്തി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്ന് ബെൽ ബട്ടണും കൂടി അമർത്തിക്കൊള്ളുക. അത് മറന്നു. അതെ, ബെൽ ബട്ടൺ.